തിരുവനന്തപുരത്ത് എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ആകാംക്ഷപൂർവ്വം ആ ഡൽഹിയിൽ നിന്നുള്ള വിഷ്വൽ അത് അങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് തിരുവനന്തപുരത്ത് എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോ എന്ന് നോക്കാം. തിരുവനന്തപുരത്ത് ആരൊക്കെയുണ്ട് നമ്മുടെ പ്രതിനിധികൾ? ആർ അനന്തകൃഷ്ണൻ. അനന്തൻ, ഇന്ദിരാഭവനിൽ അതുപോലെ തന്നെ തിരുവനന്തപുരത്തിന്റെ അധികാര കേന്ദ്രങ്ങളിലുള്ള ഇപ്പോഴത്തെ സസ്പെൻസ് എന്താണ്? എന്തായാലും കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുമായി 1 മണിക്കൂറിലധികം കൂടിക്കാഴ്ച നടത്തി. ഇപ്പോഴും RCO KCO വീഡിയോ എന്ന കാര്യത്തിൽ ഡൽഹിയിൽ ഒരു തീരുമാനമായിട്ടില്ല. തിരുവനന്തപുരത്തെ കണക്കുകൂട്ടലുകൾ എങ്ങനെയൊക്കെ? പക്ഷെ ഒരു തരത്തിലും ആ വിവരം ചോർന്നു കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മളുടെ കഷ്ടപ്പാട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാണെന്ന് ഒരു മലയാളി അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് KC വേണുഗോപാലാണ്. ഏതായാലും രാഹുൽ ഗാന്ധി ഇപ്പോൾ അവസാനിച്ച കൂടിക്കാഴ്ചയിൽ KC വേണുഗോപാലിനോട് ആ വിവരം പറഞ്ഞിട്ടുണ്ടാകും. അത് KC വേണുഗോപാലിന് അറിയുകയും ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും തിരുവനന്തപുരം ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ആ ചാർട്ടേഡ് വിമാനം ലാൻഡ് ചെയ്യുന്നതാണ്. തിരുവനന്തപുരത്ത് ആകാംക്ഷ ഉരുണ്ടുകൂടുകയാണ്. ഒപ്പം മാനത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നു. പ്രവർത്തകരെ ആവേശോജ്വലം മാക്കി പെയ്യുന്ന ഒരു പെരുമഴയാണോ ഇനി വരാൻ പോകുന്നത്? അത്തരമൊരു വിവരമാണോ വരാൻ പോകുന്നത്? അതോ നിരാശയുടെ ഉഷ്ണക്കാറ്റാണോ തിരുവനന്തപുരത്ത് ഇനി അടിക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് ഇനി അറിയാനുള്ളത്. ഏതായാലും KPCC ആസ്ഥാനത്ത് ഇതുവരെയും വലിയ തോതിൽ പ്രവർത്തകർ എത്തിയിട്ടില്ല. നമുക്ക് ഇവിടെ കാണാം, മാധ്യമപ്രവർത്തകരാണ് കൂടുതലായിട്ട് KPCC ഓഫീസിന്റെ മുൻവശത്ത് ഉള്ളത്. കുറച്ച് പ്രവർത്തകർ അകത്തുണ്ട്. അവരൊക്കെ ഇങ്ങനെ അക്ഷമരായിട്ട് ഇടയ്ക്കിടെ ആ ജനലഴികളിൽ വന്നിങ്ങനെ നമ്മളെ നോക്കി നിൽക്കും. നമ്മൾ എന്താണ് പറയുന്നത്, അവരുദ്ദേശിക്കുന്ന പേരുകൾ വല്ലതും പറയുന്നുണ്ടോ, ഒരു തീരുമാനമായോ എന്നിങ്ങനെ നോക്കും. അതിനൊപ്പം തന്നെ അവരെല്ലാവരും ആരുടെയും മുഖത്ത് ഒരു സന്തോഷമില്ല, ഒരു ആവേശമില്ല. ലഹരി എല്ലാവരും ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഈ നിരീക്ഷകർ വന്നപ്പോൾ അവർ ഈ പ്രവർത്തകരെ MLA-മാരെ എല്ലാം വിളിച്ച് അഭിപ്രായം തേടുന്ന ദിവസം എന്തുമായിരുന്നു, ഇവിടെ പൂരമായിരുന്നു. പക്ഷെ ഇന്ന് നോക്ക്, ഈ മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കും എന്ന് പറഞ്ഞ ദിവസം ഇതുവരെ ഒരു ആവേശമായ കാഴ്ച KPCC-യുടെ മുറ്റത്ത് നിന്ന് കാണാൻ കഴിയുന്നില്ല. പൂരം അങ്ങോട്ട് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. കാരണം അന്ന് ഇതുപോലെ ഒരു 10-11 മണിക്ക് ശേഷമായിരുന്നു എല്ലാവരും ഇവിടെ എത്തിയത്. അതായത് 11 മണി കഴിഞ്ഞിട്ടായിരുന്നു അന്ന് ആ മീറ്റിംഗ് തുടങ്ങിയത്. അപ്പോൾ MLA-മാരല്ല, ഇന്നിപ്പോൾ 63 MLA-മാരടുത്ത് ഇവിടെ എത്താൻ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവരെല്ലാവരും വരികയും ചെയ്യും, പാർലമെന്റ് പാർട്ടി യോഗം ചേരുകയും ചെയ്യും. പക്ഷേ അതിന്റെ സമയത്തിൽ ഒരു മാറ്റം ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 1 മണിയാണ് പറഞ്ഞിരുന്നത്, പക്ഷെ അത് ആ സമയത്ത് ചേരാനുള്ള ഒരു സാധ്യതയില്ല. പക്ഷെ ഇപ്പോഴും ഇത് ആരാണെന്ന് ഉള്ള ഒരു വിവരം പോലും ഒരാൾക്ക് പോലും, നമ്മളിവിടെ വരുന്ന ഓരോ നേതാക്കന്മാരോട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും വിവരം ഉണ്ടെന്ന്. ഒരാൾക്ക് പോലും. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഹരികൃഷ്ണൻ സിനിമയുടെ ക്ലൈമാക്സ് പോലെ ആണെങ്കിൽ ഇരട്ട ക്ലൈമാക്സ് വേണ്ടിവരും. മലബാറിന് ഒരു മുഖ്യമന്ത്രിയും, തെക്കൻ തിരുവിതാംകൂറിന് അല്ലെങ്കിൽ തെക്കൻ കേരളത്തിന് മറ്റൊരു മുഖ്യമന്ത്രിയും, അതോ ഇനി മധ്യ കേരളത്തിന് ഒരാളെയും കൂടെ കൊടുത്ത് 3 പേരുടെയും പ്രശ്നം അങ്ങോട്ട് പരിഹരിക്കാൻ പോവുകയാണോ ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധി? അതാണോ KC വേണുഗോപാലിനെ വിളിച്ച് കഴിഞ്ഞ 1 മണിക്കൂറായി ഈ രാവിലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഏതായാലും KC വേണുഗോപാൽ അറിഞ്ഞു കഴിഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണെന്നല്ലേ? രാഹുൽ ഗാന്ധി ആദ്യം പറയുക KC വേണുഗോപാലിന്റെ അടുത്തായിരിക്കും. ഒന്നുകിൽ അദ്ദേഹത്തോട് പറയും അദ്ദേഹമാണ് ഇനി കേരളത്തെ നയിക്കേണ്ടത്, അല്ലാന്നുണ്ടെങ്കിൽ ആ ആളിന്റെ പേര് പറയും. എന്നിട്ട് ആ പേര് ഇവിടെ വന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി KC വേണുഗോപാലിനെ ചുമതലപ്പെടുത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ദീപാദാസ് മുൻഷിക്കൊപ്പം ആ 4 പേര് ആ ചാർട്ടേഡ് ഫ്ലൈറ്റ് വരുന്നതിൽ ഒന്ന് KC വേണുഗോപാൽ ആയിരിക്കും, ഒന്ന് ദീപാദാസ് മുൻഷി ആയിരിക്കും, മറ്റ് 2 നിരീക്ഷകർ. അവർ 4 പേര് അതിലുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ പേരുകൾ കിട്ടിയാൽ മതി, അത് KC വേണുഗോപാൽ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഏറ്റവും മൈന്യൂട്ടായിട്ട് കാര്യങ്ങളും നമ്മൾ അവലോകനം ചെയ്യുമല്ലോ. ഇപ്പോൾ KC ഒറ്റയ്ക്കാണ് വരുന്നത്, കുടുംബത്തെ അവിടെ നിർത്തിയാണ്. ഈ 4 പേരാണ് ചാർട്ടേഡ് ഫ്ലൈറ്റിലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും 2 മക്കളും ഡൽഹിയിൽ തുടരുകയാണ്. ഒരു പക്ഷേ മുഖ്യമന്ത്രിയായിട്ടാണ് അദ്ദേഹം വരുന്നതെങ്കിൽ ആ കുടുംബമായിട്ടായിരിക്കില്ലേ വരുന്നത്. പക്ഷേ VD സതീശന്റെ തിരുവനന്തപുരത്തേക്ക് വരുന്നത് കുടുംബമായിട്ടാണെന്നുള്ള വിവരം വരുന്നു. അപ്പോൾ ആ സന്തോഷ വാർത്ത വേണുഗോപാലാണ് മുഖ്യമന്ത്രിയെങ്കിൽ ഭാര്യയ്ക്കും മക്കൾക്കും രാത്രിയിലെ ഫ്ലൈറ്റിൽ വരാം, അല്ലെങ്കിൽ നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് വരാം. അപ്പോൾ ആ ഓപ്ഷൻ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. KC വേണുഗോപാൽ ഇപ്പോഴും രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ബാലഗോപാൽ അവിടെയുണ്ട്. ബാലഗോപാൽ, ഇവിടെ അനന്തകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് എന്ന് ഇപ്പോൾ അറിയാവുന്ന 2 പേർ KC വേണുഗോപാലും രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി ആ കാര്യം KC വേണുഗോപാലിനോട് പറഞ്ഞിരിക്കും. KC വേണുഗോപാലിനെ സംബന്ധിച്ച് KC വേണുഗോപാലിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ദിവസമാണെന്ന്. കാരണം മറ്റൊന്നുമല്ല, ഇത് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ചാൻസ് ആയതുകൊണ്ടൊന്നുമല്ല. ഇത്രയധികം ഇൻവെസ്റ്റ് ചെയ്തിട്ട്, ഇത്രയധികം ചർച്ചയ്ക്ക് വിധേയമായിട്ട് KC വേണുഗോപാൽ അപമാനിതനായ നിലയിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് പരിഗണിക്കപ്പെടാതെ പോയാൽ അത് അദ്ദേഹത്തിന് ഏൽപ്പിക്കുന്ന പരിക്ക് ചില്ലറയാകില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ദിവസമാണ് ഇന്ന് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.